ജീവിതം കരുപ്പിടിപ്പിക്കാൻ പ്രവാസ ജീവിതം തെരഞ്ഞെടുത്ത നമ്മുടെ 24 സഹോദരങ്ങൾക്കാണ് ജീവൻ നഷ്ടമായത്. 21 പേരുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 7 പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്നതാണ് വിവരം. കുവൈറ്റിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അരുൺ പാറാട്ട് വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 21 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന വിശദാംശമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരാൾ കൂടി മരണമടഞ്ഞു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങൾ. തീർച്ചയായും എനിക്ക് സൂചിപ്പിച്ച പോലെ തന്നെ കുവൈറ്റ് തീപിടുത്തത്തിൽ 49 ആളുകൾക്കാണ് ജീവഹാനി സംഭവിച്ചത്. സർക്കാർ വൃത്തങ്ങൾ ഇതാണ് നമ്മോട് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് മരിച്ചവരിൽ 45 ആളുകളും ഇന്ത്യക്കാരാണ് എന്നാണ് കുവൈത്തിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ 21 മലയാളികളുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ പത്തനംതിട്ട സ്വദേശികളാണ് കൂടുതലായിട്ടുള്ളത്. 6 പത്തനംതിട്ട സ്വദേശികളാണ് മരിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നെടുമങ്ങാട് സ്വദേശിയായിട്ടുള്ള അരുൺ ബാബുവിന്റെ മരണമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മരിച്ച മറ്റുള്ളവരിൽ 5 പേർ തമിഴ്നാട്ടുകാരാണ്, 3 പേർ ഫിലിപ്പിനോ സ്വദേശികളാണ്, ഒരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ കുവൈത്തിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്കാണ് അദ്ദേഹം കുവൈത്തിലേക്ക് എത്തിയത്. കുവൈത്തിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈക്ക് അദ്ദേഹത്തെ നേരിട്ട് വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു. അവിടെ നിന്ന് അദ്ദേഹം നേരെ പരിക്കേറ്റ ഇന്ത്യക്കാരെ ചികിത്സിക്കുന്ന ആശുപത്രിയിലേക്കാണ് എത്തിയത്. അവിടെ വെച്ച് ചികിത്സയിലുള്ള ആളുകളെ അദ്ദേഹം സന്ദർശിച്ചു. 27ഓളം ആളുകളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. അതിൽ തന്നെ 7 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിൽ എത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ പരിക്കേറ്റ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിനും അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും മന്ത്രി ഇനിയിപ്പോൾ ഏകോപനം നടത്തുക. മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹം ഉടൻ തന്നെ നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങളാണ് പുരോഗമിക്കുന്നത്. വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരുടെയും മൃതദേഹങ്ങൾ ഒരുമിച്ച് എത്തിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആലോചനയിലുണ്ട് എന്നാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ അധികൃതർ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും കുവൈത്ത് വിദേശകാര്യമന്ത്രിയുമായും ഇന്ന് ഇപ്പോൾ മന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിനിടെ ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ വിമാനം തയ്യാറാക്കാൻ കുവൈത്ത് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ യോജിച്ച പ്രവർത്തനമായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തുക. ദുരന്തത്തിൽ പരിക്കേറ്റവരെ കുവൈത്ത് മന്ത്രിമാരും നേരിട്ടെത്തി തന്നെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുള്ള ലഹിയും അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയുമാണ് ഈ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ നേരിട്ടെത്തി സന്ദർശിച്ചത്. ഇവർക്ക് മികച്ച പരിചരണം നൽകുമെന്ന് തന്നെയാണ് മന്ത്രിമാർ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ശക്തമായ നടപടികളുമായും ഒരു ഭാഗത്ത് കുവൈത്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ്. തീപിടുത്തം സംഭവം അന്വേഷിക്കുന്നതിന് അഹമ്മദി അതോടൊപ്പം തന്നെ മുബാറക് അൽ കബീർ ഗവർണറേറ്റുകളിലെ പബ്ലിക് പ്രോസിക്യൂഷൻ വിഭാഗത്തിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു ആഭ്യന്തര മന്ത്രാലയം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്നും പരിക്കേറ്റ് ആശുപത്രിയിൽ ഉള്ള ആളുകളിൽ നിന്നും അടക്കം ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഭവത്തിൽ പ്രത്യേക അന്വേഷണം നടത്തുമെന്ന് മുനിസിപ്പാലിറ്റി വകുപ്പും ഉത്തരവിട്ടിട്ടുണ്ട്. ഇത്തരം നിയമലംഘനങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മുനിസിപ്പാലിറ്റിക്കും അതോടൊപ്പം തന്നെ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിനും ആഭ്യന്തരമന്ത്രി ഇന്നലെ തന്നെ നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അനധികൃതമായ ആളുകളെ താമസിപ്പിക്കുന്ന കെട്ടിടങ്ങൾ കണ്ടെത്താൻ രാജ്യവ്യാപകമായി തന്നെ ഇപ്പോൾ പരിശോധന വ്യാപകമാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നിരവധി കെട്ടിടങ്ങളിൽ അത്തരത്തിലുള്ള പരിശോധനകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് കുവൈത്ത് ഭരണകൂടം. അനുജ. അരുൺ, ചികിത്സയിൽ കഴിയുന്നതിൽ 7 പേർ ഗുരുതരാവസ്ഥയിൽ എന്നുള്ള വിവരമാണ് നേരത്തെ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഏതൊക്കെ ആശുപത്രികളിൽ കഴിയുന്നുണ്ട്? അതിൽ ഈ 7 പേർ എന്ന് പറയുന്നത് അവർ മലയാളികളാണോ? തീർച്ചയായും ഇവർ കുവൈത്തിലുള്ള വിവിധ ആശുപത്രികളിലാണ് 5 ആശുപത്രികളിലാണ് ഇവർ ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ 7 പേർ ICUയിലാണ് എന്നുള്ള വിവരം മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് എന്നുള്ളതിന് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ സർക്കുലർ അടക്കം വരേണ്ടതുണ്ട്. എന്തായാലും ഇവർക്ക് കൃത്യമായിട്ടുള്ള പരിചരണം നൽകുമെന്ന് കുവൈത്ത് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ നൽകുന്ന സാഹചര്യമുണ്ട്. ആശുപത്രിയിൽ എത്തി നേരിട്ട് തന്നെ ഈ ദുരന്തത്തിൽ പരിക്കേറ്റ ആളുകളെ കുവൈത്ത് മന്ത്രിമാർ സന്ദർശിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് കുവൈത്ത് പൂർണ്ണമായി ഇവർക്കൊപ്പം നിൽക്കുന്നു, ഈ പരിക്കേറ്റവരെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ള സന്ദേശം തന്നെയാണ് രാജ്യം നൽകുന്നത്. അനുജ. അതെ, അതിൽ ഞാൻ ചോദിച്ചപ്പോൾ ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരിലും മലയാളികൾ ഉണ്ട് എന്ന തരത്തിലേക്ക് നമുക്ക് വിവരങ്ങൾ വരുന്നുണ്ടോ?
അരുൺ. അതായത് ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുഴുവൻ ആളുകളും മലയാളികൾ തന്നെയാണ് എന്നുള്ള വിവരമാണ്. ഇത് രാവിലെ തന്നെ നമ്മൾ പറഞ്ഞ വിവരം തന്നെയായിരുന്നു. 27 ആളുകളാണ് ആശുപത്രിയിലുള്ളത്. 27 ആളുകളും കൃത്യമായി തന്നെ മലയാളികളാണ് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ ഉറക്കത്തിലായിരുന്ന സമയത്തായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത്. ഇതാണ് ദുരന്തത്തിന്റെ വലിയ വ്യാപ്തി കൂട്ടിയത്. ഇവരെല്ലാവരും തന്നെ ഇന്നലെ രാത്രി തന്നെ ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു. കടുത്ത പുക ശ്വസിച്ച് ശ്വാസം മുട്ടി ആണ് ആളുകൾക്ക് കൂടുതലും പരിക്ക് പറ്റിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയതായ റിപ്പോർട്ടുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരിക്കുകളും ആളുകൾക്കുണ്ട്. ഇത്തരത്തിലാണ് ആളുകളുടെ ആശുപത്രിയിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ ആളുകളും ശ്വാസം മുട്ടി പരിക്കേറ്റ ആളുകളുടെയും ചികിത്സയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിൽ 7 പേരാണ് ഇപ്പോൾ ICU ഉള്ളത്. അതാണ് ഞാൻ അരുണിലേക്ക് വീണ്ടും മടങ്ങിയെത്താം, പുതിയ വിവരങ്ങൾക്കായി മടങ്ങിയെത്താം. ഇപ്പോൾ വരുന്ന വാർത്ത നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 21ാമത് മലയാളിയെ കൂടി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ആ ആൾ ആരാണ് എന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഇനി നമ്മൾ നൽകാൻ പോകുന്നത്. കുവൈറ്റ് ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ച ഒരു മലയാളിയെ കൂടി തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരം നെടുമങ്ങാട് വലിയമല സ്വദേശി അരുൺ ബാബുവാണ് മരിച്ചത്. അപകടത്തിൽ 24 മലയാളികൾ മരിച്ചു എന്നതാണ് നോർക്ക അറിയിച്ചത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു മരണം കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന കണക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിട്ടുള്ളത്. അത് ഔദ്യോഗികമായി തന്നെ കുടുംബാംഗങ്ങളെ ഈ മരണവിവരം അറിയിച്ചോ? ഇവരുടെ കുടുംബത്തിന് മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്tina, ഔദ്യോഗികമായി കുടുംബാംഗങ്ങൾ ഈ വിവരം അറിഞ്ഞിട്ടില്ല. കാരണം ഈ ഒരു 6 മാസം മുൻപാണ് അരുൺ ബാബു കുവൈറ്റിലേക്ക് പോയത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ വളരെ കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ട് ശേഷം മാത്രമായിരിക്കും കുടുംബാംഗങ്ങളെ ഈ വിവരം അറിയിക്കുന്നത്. പക്ഷേ ഇന്നലെ മുതൽ അരുൺ ബാബുവിൻ്റെ സഹോദരൻ അരുൺ ബാബുവിനെ ഈ അപകടത്തിന് ശേഷം ഫോണിൽ ബന്ധപ്പെടവേ കിട്ടിയിരുന്നില്ല. അതിനുശേഷം കുവൈറ്റിൽ തന്നെയുള്ള അരുൺ ബാബുവിൻ്റെ മറ്റൊരു ബന്ധുവിനോട് ഇക്കാര്യം അറിയിച്ചു. അങ്ങനെ ആ ബന്ധു അടക്കം അവിടെ എത്തി അന്വേഷിച്ചതിന് ശേഷം അത് സ്ഥിരീകരിച്ച് നാട്ടിലെ ജനപ്രതിനിധികളെ വിവരം അറിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, സർക്കാർ വൃത്തങ്ങളിൽ നിന്നും സമാനമായ രീതിയിലൊരു കൺഫർമേഷൻ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അരുൺ ബാബു 36 വയസ്സ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഈ കോവിഡ് കാലത്ത് കുറച്ചധികം കാലം അദ്ദേഹം ഈ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്ത് നാട്ടിലുണ്ടായിരുന്നു. നെടുമങ്ങാട് വലിയമലയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. അദ്ദേഹം നാട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം 6 മാസം മുൻപാണ് കുവൈറ്റിലേക്ക് മടങ്ങി ജോലിക്ക് പോയത്. ഡ്രൈവർ കം പർച്ചേസിംഗ് വിഭാഗത്തിലാണ് അദ്ദേഹം ജോലി ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും വളരെ ദുഃഖകരമായിട്ടുള്ള, വലിയ ദുഃഖമുണ്ടാക്കുന്ന, അത്യന്തം നമുക്ക് നമ്മുടെ മനസ്സ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നും കൂടി ഒരാൾ മരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്ത അതാണ് ഇപ്പോൾ നമ്മളെ തേടിയെത്തുന്നത്. അരുൺ ബാബു വലിയമല സ്വദേശിയാണ്, നെടുമങ്ങാട് വലിയമല സ്വദേശിയാണ്. അദ്ദേഹം ഈ ഡ്രൈവർ കം പർച്ചേസിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യാൻ 6 മാസം മുൻപാണ് ഈ സ്ഥലത്തേക്ക് കുവൈറ്റിലേക്ക് പോകുന്നത്. അവിടെ എത്തി ഈ സംഭവം അവിടെ തന്നെയാണ് താമസിച്ചിരുന്നത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുവൈറ്റിലുള്ള ചില ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്ന കാര്യം. ഏതായാലും ഇനിയും കുറച്ച് മലയാളികളുടെ വിവരങ്ങൾ കൂടി, അതായത് മരിച്ചുവെന്ന് അനൗദ്യോഗികമായി നോർക്കയ്ക്ക് വിവരം ലഭിച്ച കുറച്ച് മലയാളികളുടെ വിവരം കൂടി നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആ വിവരം ശേഖരിക്കാനായി ബന്ധപ്പെട്ട കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, നോർക്ക, അതേപോലെ തന്നെ കുവൈറ്റ് മിനിസ്ട്രി എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അനുജ, അതാണ് ഏറ്റവും ഒടുവിലായി മരണമടഞ്ഞു എന്ന് സ്ഥിരീകരിച്ച് നമുക്ക് വിവരം ലഭിച്ചത്. അത് തിരുവനന്തപുരം നെടുമങ്ങാട് വലിയമല സ്വദേശി അരുൺ ബാബുവിൻ്റെ മരണമാണ്. അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് അങ്ങോട്ടേക്ക് ജോലിക്കായി പോയത്. ഇപ്പോൾ ആ വിവരങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. നമുക്കിപ്പം 2 അതിഥികൾ ഇന്ന് ഈ വിഷയത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തത്സമയം KMCC കുവൈറ്റ് പ്രതിനിധി മുസ്തഫ കാരി, ഒപ്പം തന്നെ പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ ശ്രീ KV അബ്ദുൽ ഖാദർ എന്നിവരാണ്. ആദ്യം ഞാൻ ശ്രീ KV അബ്ദുൽ ഖാദറിലേക്ക് പോകുന്നു. മുൻ MLA കൂടിയാണ് അദ്ദേഹം. ശ്രീ KV അബ്ദുൽ ഖാദർ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 24 മലയാളികൾ മരണമടഞ്ഞിട്ടുണ്ട്. അതിൽ 21 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് 3 പേർ ആരൊക്കെ എന്നുള്ളതിൻ്റെ വിശദാംശം നമുക്ക് ലഭിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അത് ഈ താങ്കളുടെയൊക്കെ പക്കൽ അതിൻ്റെ കാര്യങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അത് പുറത്തുവിടാറായോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ആധികാരികമായി തന്നെ പറയാൻ കഴിയുന്ന വിശദാംശങ്ങൾ എന്താണ്? ഇരുപത്തിനാല് പേര് മരണപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ആ 24 പേരുടെയും പേരുവിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ അരുൺ ബാബു നേരത്തെ ഇവിടെ തിരുവനന്തപുരത്ത് പറഞ്ഞതുപോലെ അദ്ദേഹം ഉൾപ്പെടെ നമ്മുടെ ഈ കയ്യിലുള്ള പേരുകളുണ്ട്. വളരെയേറെ സങ്കടകരമായ ഒരു വാർത്തയാണ്. നാട് ഞെട്ടിത്തെരിച്ച ഒരു ദുരന്തമാണ്. കണ്ണീരും സ്വപ്നങ്ങളുമായി വിദേശത്ത് പോയ നമ്മുടെ സഹോദരങ്ങൾ അവിടെ ഇത്തരമൊരു ദുരന്തത്തിൽ പെട്ടു. തീർച്ചയായും അത് കേരളത്തിനും രാജ്യത്തിനും തന്നെ
ഞെട്ടലുണ്ടാക്കിയ ഒരു വലിയ ദുരന്തമാണ്. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇക്കാര്യത്തിൽ അവിടെ വിവരം അറിഞ്ഞ ഉടനെ തന്നെ സംസ്ഥാനത്ത് നിന്ന് നോർക്ക മുഖ്യമന്ത്രി നോർക്കയെ അറിയിക്കുകയും നോർക്ക ആ രീതിയിൽ ബന്ധപ്പെടുകയും ചെയ്തു. ഇവിടെ വിവിധ മലയാളി സംഘടനകൾ, മിക്കവാറും എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ ആശുപത്രികളിൽ ഓടിയെത്തുകയും പരിക്കേറ്റവരെ സഹായിക്കാനും മറ്റ് സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ കൂട്ടായ്മ ഇതിന് ഭാഗമായി രൂപപ്പെട്ടു എന്നുള്ളത് വളരെയേറെ ഈ ദുരന്തത്തിനിടയിലും ഉള്ള ഒരു സന്തോഷമാണ്. സന്തോഷം എന്ന് പറഞ്ഞുകൂടാ, ഒരു ചാരിതാർത്ഥ്യമെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഗവൺമെൻറ്റുകൾ അക്കാര്യത്തിൽ നല്ല രീതിയിൽ ഇടപെടുന്നു. കുവൈറ്റ് ഗവൺമെൻറ് ദുരന്തം ഉണ്ടായ ഉടനെ തന്നെ വിവിധ മന്ത്രാലയങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആശുപത്രിയിലെ സജ്ജീകരണങ്ങളെല്ലാം തന്നെ അത് വളരെയേറെ ശ്ലാഘനീയമായൊരു കാര്യമാണ്. ഏതായാലും ഈ ദുരന്തം നൽകുന്ന ചില പാഠങ്ങളുണ്ട്. തീർച്ചയായിട്ടും പിന്നീടത് ഭാവിയിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. ഇത്രമേൽ ആളുകളെ ഒന്നിച്ച് ഒരിടത്ത് താമസിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരന്ത സാധ്യതകൾ അത് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. തീർച്ചയായും ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും കൂടുതൽ അത്തരം കാര്യങ്ങളിൽ കുവൈറ്റിലെയും മറ്റ് രാജ്യങ്ങളിലെയും ഒക്കെ തന്നെ ലേബർ മന്ത്രാലയവും നഗരസഭകളും ഒക്കെ ഇടപെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും സമീപകാലത്ത് നമ്മുടെ നാട് കേട്ട ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപ വീതം സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റും സഹായം പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ പ്രവാസി മലയാളികളിലെ കാരുണ്യമുള്ളവരും സഹായധനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് കുവൈറ്റിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടുന്ന് പുറപ്പെടും. ആ തരത്തിൽ ഗവൺമെൻറ്റുകളും നമ്മുടെ സംഘടനകളും ഒക്കെ ഏകോപിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. അതെ, ഞാൻ താങ്കളിലേക്ക് എത്താം. താങ്കൾ അല്പസമയം കൂടി തുടരുമല്ലോ. KMCCയുടെ പ്രതിനിധി മുസ്തഫ കാരി കൂടി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ മുസ്തഫ, താങ്കളിപ്പോൾ ഉള്ളത് ഒരു ആശുപത്രിയിൽ നിന്നാണ് തത്സമയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പരുക്കേറ്റവർ ഉണ്ട് എന്നുകൂടി ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ അത് ഈ പരുക്കേറ്റവരുടെ ആരോഗ്യനില അതെങ്ങനെയാണ്? മലയാളികളാണോ അവിടെ കഴിയുന്നത്? അങ്ങനെ കൂടുതൽ വിവരങ്ങൾ താങ്കൾക്ക് എന്തൊക്കെ നൽകാനുണ്ട് ഇപ്പോൾ? ഇപ്പൊ ഇവിടെ പരിക്കേറ്റ് അത് നേരത്തെ സീരിയസ് ആയിരുന്ന ആളുകളെയാണ് ഇപ്പൊ ഞാൻ ജഹറ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. കുവൈത്തിലുള്ള ജഹറ ഹോസ്പിറ്റലില് പരിക്കേറ്റ ആളുകളെ ഇവിടെ പല ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റലിൽ മലയാളിയായ ഒരു പേഷ്യന്റിന്റെ കൂടെയാണ് ഇപ്പൊ ഞാനുള്ളത്. കണ്ണൂർ സ്വദേശിയാണ്. ഇപ്പൊ അവരെ ആൾറെഡി റിക്കവറി ആയിട്ടുണ്ട്. പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നാളത്തേക്ക് ഡിസ്ചാർജ് ആവാം എന്നുള്ളതാണ് ഇപ്പൊ ഡോക്ടർ വന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ ആ ജഹറ ആശുപത്രിയിലുള്ളവർ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളുള്ളവരല്ല, അവർ അടുത്ത ദിവസങ്ങളിലൊക്കെ ഡിസ്ചാർജ് ആയി പോകുന്നവരാണ് എന്നാണ് താങ്കൾ അറിയിക്കുന്നത്, അല്ലേ? അതെ 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 അതെ. ഇപ്പൊ നേരത്തെ പിന്നെ ഇവര് വന്നതായിരുന്നു. ഇപ്പൊ ജഹറ ഹോസ്പിറ്റലിൽ ഇന്നലെ അഡ്മിറ്റ് ആക്കിയതാണ്. അപ്പൊ സീരിയസ് അല്ലാത്ത രോഗികളൊക്കെ വേഗം ഡിസ്ചാർജ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോ ആ കൂട്ടത്തിലിപ്പോ അവരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ. അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ പേഷ്യന്റ് ഇവിടെ തൊട്ടടുത്തുണ്ട്, അവരായിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. ഞാൻ പറയുന്ന അവർക്ക് കേൾക്കാൻ പറ്റുമോ? എനിക്ക് അതിന്റെ ഒരു സംവിധാനം എങ്ങനെയാണെന്ന് അറിയില്ല മുസ്തഫ. കേൾക്കാൻ പറ്റും. അതെ, ഇപ്പൊ അവിടെ ഉള്ള ആളുടെ പേരെന്താണ്? താങ്കൾക്ക് ഒപ്പമുള്ള ആളുടെ പേരെന്താണ്? നൗഫൽ. നൗഫൽ ഏതായാലും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. നമുക്കൊക്കെ ആശ്വാസമുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഷോക്ക് എത്ര വലുതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഈ സമയം ഒന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമെങ്കിൽ മാത്രം. ഉറങ്ങുമായിരുന്നു. ഉറക്കത്തൊരു 4:30 മണിക്ക് വിളിച്ചൊക്കെ 4 മണിക്ക് അന്നപോലെ തന്നെ അന്നേരം പുകയാ വരുന്നു. പിന്നെ ഒന്നും ഓർമ്മയില്ല. അവിടെ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്, എങ്ങനെയാണ് എന്നുള്ളത് ഓർക്കണുണ്ടോ? അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ട ആളുകളുണ്ട്. അപ്പോ ആ തരത്തിലേക്ക് എങ്ങനെയാണ് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റിയത് ഓർമ്മിക്കുന്നുണ്ടോ? ഇല്ലല്ല, ചാടി രക്ഷപ്പെട്ടില്ല. ലിഫ്റ്റ് വന്നു.
ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത്. രക്ഷപ്പെടുത്തിയതാണ്. കൂടെ മറ്റ് ആ റൂമിൽ എത്ര പേരുണ്ടായിരുന്നു? അപ്പൊ അവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ അറിയാൻ പറ്റിയിട്ടുണ്ടോ? അതില് 3 പേര് മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. 3 അതായത് പേര്. റൂമിൽ ഉണ്ടായിരുന്നതിൽ 3 പേർ മരണമടഞ്ഞു എന്നതാണ് അല്ലേ? നൗഫൽ ഏത് നാട്ടുകാരനാണ്? കണ്ണൂര് ഇരിട്ടി. ഇരിട്ടിയാണ്. വീട്ടുകാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലോ ഇതിനോടകം തന്നെ. വീട്ടുകാരാണ്. ഏതായാലും ഈ ഒരു അപകടത്തിൽ നിന്ന്, വലിയൊരു അപകടമാണ് സംഭവിച്ചത്, അതിൽ നിന്ന് ജീവൻ രക്ഷപ്പെട്ട് കിട്ടി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ ഒപ്പം ജീവൻ നഷ്ടപ്പെട്ടു പോയ അവരുടെ കുടുംബത്തിനൊപ്പം, ആ ദുഃഖത്തിനൊപ്പം നമ്മളൊക്കെ നിൽക്കുകയും ചെയ്യണം. നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായമൊക്കെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. മുസ്തഫ, ഇപ്പോൾ ഇവിടെ മറ്റ് എത്ര പേർ കൂടിയുണ്ട്? ആ ഉള്ളവർ മലയാളികൾ തന്നെയാണോ? അതിൻ്റെ വിവരങ്ങൾ കൂടി ഒന്ന് പറയാമോ? ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. ഇവിടെ മലയാളികളും ഉണ്ട്, പിന്നെ മറ്റ് അന്യ സ്റ്റേറ്റിലുള്ള ആളുകളും ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പൊ ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടിയിട്ടുള്ള ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി ഇപ്പൊ ഞങ്ങളിപ്പോ ഓരോ സ്ഥലങ്ങളിൽ വന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളെ കോളി കറക്റ്റ് സമയത്ത് ആയതുകൊണ്ട് മലയാളിയായ ഇവരടുത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് സംസാരിക്കാൻ പറ്റി. അപ്പോ ഒരുവിധ ആളുകളൊക്കെ പിന്നെ റിക്കവറി ആയി വന്നിട്ടുണ്ട്. പുള്ളിക്കും തന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സ്മോക്ക് കൂടുതൽ കയറിയതുകൊണ്ട് അവര് നെബുലൈസേഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ജസ്റ്റ് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അതെ, അതുകൊണ്ടാണ് നമ്മൾ അവരെ അധികം ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിക്കുന്നത്. കാരണം ഇതൊരു വലിയ ഷോക്കാണല്ലോ. ഈ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ മരിച്ചു എന്നൊരു തിരിച്ചറിവുണ്ട്, ഈ കാര്യങ്ങൾ ഓർത്തെടുക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ തരത്തിലേക്ക് അവരെ അധികം ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ളതുകൊണ്ടാണ് കൂടുതൽ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാത്തത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കൂടുതലും മലയാളികൾ ചികിത്സയിൽ കഴിയുന്നു. നമ്മുടെ നേരത്തെ റിപ്പോർട്ടർ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ 27 മലയാളികൾ നിലവിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മുസ്തഫ. അതപ്പോൾ ഏതൊക്കെ ആശുപത്രികളിലാണ്? അതിൽ തന്നെ എനിക്ക് തോന്നുന്നു 6 പേരുടെ നിലയാണ് ഗുരുതരമെന്ന് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലേ? അതെ, ഇപ്പോ അദാൻ ഹോസ്പിറ്റലിൽ കുറച്ച് പേഷ്യന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫർവാനിയ ഹോസ്പിറ്റലിലുണ്ട്, മുബാറക് അൽ കബീർ ഹോസ്പിറ്റലുണ്ട്. ഇപ്പൊ ഇത് ജഹറ ഹോസ്പിറ്റൽ ഇപ്പൊ നേരത്തെ കൂടുതൽ ഈ സ്മോക്ക് ഏറ്റ് കുറച്ച് സീരിയസ് ആയിരുന്ന ആളുകളൊക്കെ പിന്നെ ഈ ജഹറ ഹോസ്പിറ്റലിലോട്ടായിരുന്നു മാറ്റിയിരുന്നത്. ഇപ്പൊ ഇവരിപ്പോ ആൾറെഡി കുറെ ആളുകൾക്ക് റിക്കവർ ആയിട്ട് വന്നിട്ടുണ്ട്. 6 പേരാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. അതെ, അതിൽ ആ 6 പേരുടെ ആരോഗ്യനില, അത് ഗുരുതരാവസ്ഥയിലുള്ളവർ എന്ന് പറയുന്നത് ഏത് ആശുപത്രിയിലാണ് എന്നത് താങ്കൾക്ക് അറിയാമോ? ഗുരുതരാവസ്ഥയിലുള്ള ആശുപത്രിയിലുള്ള ആളുകൾ തന്നെയാണ് ഇപ്പൊ ഈ ജഹറ ഹോസ്പിറ്റലിലുള്ളത്. അതാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ അവർക്ക് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും കയറി കണ്ടിട്ട് എന്താ ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസുകൾ ഞങ്ങൾ അറിയിക്കാം. ഓക്കെ, പക്ഷേ അത് അവരുടെ എത്രത്തോളം ഗുരുതരമാണ് ആ അവസ്ഥ എന്നതിന്റെ വിവരങ്ങൾ ഇപ്പൊ പുറത്തുവിടാൻ പറ്റുമോ മുസ്തഫ? ഇതില് 2 ടൈപ്പ് ഇഞ്ചുറീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് സ്മോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, രണ്ടാമത് പാനിക് സിറ്റുവേഷനിൽ ബിൽഡിങ്ങിൽ നിന്ന് എടുത്തു ചാടിയ ആളുകളുണ്ട്. അവർക്ക് പിന്നെ അതിൻ്റെതായ ഫ്രാക്ചേഴ്സ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോ അങ്ങനത്തെ ആളുകളും അഡ്മിറ്റഡ് ആണ്. ഇപ്പോ പല ആളുകളും ഇപ്പോ ചെസ്റ്റിന്റെ പിന്നെ വാരിയല് പൊട്ടിയ ആളുകളുണ്ട്. അവരെ സർജറിക്ക് വിധേയമാക്കേണ്ട 1-2 പേഷ്യൻസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കാലിന്റെ എല്ലുകളൊക്കെ പൊട്ടിയ ആളുകളും അവരൊക്കെ സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കൊടുക്കും. ഇന്നിപ്പോ എമർജൻസി ആയിട്ട് 2-3 സർജറികൾ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അവര് റിപ്പോർട്ട് വരണമെങ്കിൽ ഇപ്പൊ അവർ ICUയിലാണ്. നമുക്ക് അങ്ങോട്ട് ആക്സസ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് കയറി സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ബാക്കി ഇവിടെ പുറത്തുള്ള വാർഡിലും അതുപോലെ തന്നെ റൂംസിലും ഒക്കെ ഉള്ള പേഷ്യന്റുമായിട്ടാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതാണല്ലോ ഇനിയിപ്പോൾ ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടുന്ന കാര്യം. തിരിച്ചറിഞ്ഞ മൃതദേഹമുണ്ട്, 21 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. 24 മലയാളികൾ എന്ന കണക്കാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളതും. അപ്പോൾ ഈ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ അത് എങ്ങനെ നടക്കുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ സംഘടനയ്ക്ക് അതിലൊക്കെ ഇടപെടൽ നടത്തുകയും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നേരത്തെ ഉള്ളൊരു അവസ്ഥയിലായിരുന്നു സംഘടനയായിരുന്നു എല്ലാ പിന്നെ ഈ ഡെഡ് ബോഡീസ് എല്ലാം നാട്ടിലേക്ക് അയച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ക്യാൻസീസിന്റെ ഹെൽപ്പ് ഡെസ്ക് ആയിരുന്നു അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് ഒരു വലിയൊരു പാനിക് സിറ്റുവേഷൻ ആണ്. പ്രത്യേകിച്ച് ഒരു വലിയൊരു ഇൻസിഡന്റ് നടന്നത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും 2 ഗവൺമെന്റുകളുടെ സാന്നിധ്യത്തിലും അവരെ അണ്ടറിലുമാണ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ പിന്നെ വേഗത്തിൽ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ ആൾറെഡി ഫിംഗറിങ്, അതുപോലെ തന്നെ DNA ടെസ്റ്റ് ഇതെല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ട് അവിടുന്ന് എംബാം ചെയ്തിട്ട് ഇവിടുന്ന് ഇപ്പൊ അറിഞ്ഞിടത്തോളം
ഒരു ചാർട്ടർ ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് എത്തിക്കാനുള്ള പരിപാടി എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടത്. അതിന് 2 രാജ്യങ്ങളും സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെയായിരുന്നു പിന്നെ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ വിദേശകാര്യ മന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം സംയുക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഡെഡ് ബോഡികളെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. പ്രത്യേകിച്ച് കുവൈത്ത് ഗവൺമെന്റ് എല്ലാവിധ സപ്പോർട്ടും അതിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതെ, അപ്പോൾ ഇന്ന് തന്നെ അതിനൊക്കെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നാണോ അവിടെ നിന്ന് താങ്കൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിന് ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്തും. ഒപ്പം തന്നെ നമുക്കൊപ്പം ശ്രീ കെ വി അബ്ദുൽ ഖാദർ തുടരുന്നുണ്ട്. കുവൈറ്റിൽ ഇന്നലെ ഉണ്ടായ ദുരന്തം അത് എത്രത്തോളം വലിയൊരു ദുരന്തമാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 49 മരണമടഞ്ഞത് 49 പേർ, അതിൽ 45 പേരാണ് ഇന്ത്യക്കാർ എന്നതാണ്. ഒപ്പം മലയാളികളുടെ എണ്ണമാണ് അത് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നുണ്ട്. ഇതിൽ മലയാളി തമിഴ്നാട്ടിൽ നിന്നുള്ളയാളെന്നൊക്കെയുള്ള വ്യത്യാസമുണ്ടോ എന്നൊക്കെയുള്ള ചില കമൻറ്റുകൾ വരുന്നുണ്ട്. തീർച്ചയായും ഇല്ല എന്നുള്ളതാണ്. ഒരു ജീവൻ എന്നുള്ളത് ജീവൻ തന്നെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചുറ്റുമുള്ള ആൾ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഈ മലയാളികളുടെ കാര്യം എടുത്തു പറയുന്നു എന്നുള്ളതാണ്. അതിൽ 21 മൃതദേഹം, 24 മലയാളികൾ മരണമടഞ്ഞു, 21 മൃതദേഹമാണ് നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരം സ്വദേശിയായ ഒരാൾ മരണമടഞ്ഞു, അരുൺ എന്നൊരാൾ മരണമടഞ്ഞിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് പുറത്തു വന്നിട്ടുള്ളത്. നമ്മൾ ആ വിശദാംശങ്ങളെല്ലാം പരിശോധിക്കുകയാണ്. നമുക്കൊപ്പം അതിഥികൾ കൂടിയുണ്ട്. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, മുൻ MLA, പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ, ഒപ്പം മുസ്തഫ കാരി, KMCC കുവൈറ്റിന്റെ പ്രതിനിധി തത്സമയമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി മുസ്തഫ കാരിയിലേക്ക് പോകുന്നു. മുസ്തഫ, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചത് ഇപ്പോൾ മൃതദേഹം കൊണ്ടുവരുന്നതിന് ഏറ്റവും വലിയ പ്രയോറിറ്റി കൊടുക്കേണ്ടുന്ന സമയം കൂടിയാണ്. അതിന് കുവൈറ്റ് സർക്കാരും ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ അത് ഇന്ന് തന്നെ മൃതദേഹം നാട്ടിലെ എത്തിക്കാനുള്ള നടപടികളാണോ ഇപ്പോൾ നടക്കുന്നത്? ഇപ്പൊ ഇതുവരെയുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാളത്തേക്കായിരിക്കും അത് എത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയാകുക എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും ഇത്രയും കൂടുതൽ ആളുകൾ ഡെത്ത് റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ എല്ലാ നടപടി ക്രമീകരണങ്ങളും ഇവർക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തീരുന്ന മുറക്ക് ഒന്നിച്ചതാണ് ഈ ഡെഡ് ബോഡികളെല്ലാം നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഇവര് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏകദേശം 49ഓളം ആളുകളുടെ മൃതദേഹങ്ങൾ വെരിഫിക്കേഷൻ, അതിന്റെ ഡോക്യുമെന്റേഷൻ എല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഏകദേശം ഇപ്പൊ പറയുന്നത് അടിസ്ഥാനത്തിൽ നാളത്തേക്ക് റെഡിയാവൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, അപ്പോൾ ഇതിന് ഈ എല്ലാ മൃതദേഹവും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ള മൃതദേഹം അത് ഒരുമിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ. ബാക്കി മൃതദേഹങ്ങളുടെ കാര്യങ്ങൾ, അത് DNA പരിശോധന നടത്തുക എന്നൊക്കെയുള്ള നടപടിക്രമങ്ങൾ, അത്തരം കാര്യങ്ങളുടെ വിവരങ്ങൾ എങ്ങനെയാണ് ശ്രീ മുസ്തഫ? ഏകദേശം എല്ലാ മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചില മൃതദേഹങ്ങൾ മാത്രമാണ് തിരിച്ചറിയാൻ ഇനി ബാക്കിയുള്ളത്. കാരണം അതിൽ ഈ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടാണ് ഐഡന്റിഫിക്കേഷൻ നടത്തുന്നത്. ചില കേസസിൽ ഫിംഗർ പ്രിന്റ് ഇല്ലാത്തത് മാത്രമാണ് ഈ DNA ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക. അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. എന്നിരുന്നാലും ഇപ്പൊ ഇത്രയും ഡെഡ് ബോഡീസും അതുപോലെ തന്നെ ഇത്ര ഒന്നിച്ച് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായ തടസ്സങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. അതെ, ഇപ്പോൾ ഈ 24 മലയാളികൾ എന്നുള്ളതിൽ ഈ കണക്ക് ഒതുങ്ങുമെന്ന് നമുക്ക് ഇപ്പൊ നിലവിൽ കരുതാമല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി കൂടുതൽ ആളുകൾ ഉണ്ടാവരുന്നേ എന്നാണ് ഞങ്ങൾ എല്ലാവരോടും പ്രാർത്ഥന. തീർച്ചയായിട്ടും ഹോസ്പിറ്റലിലുള്ള ആളുകളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ റിക്കവറി ചെയ്ത് വരണേ എന്നതിന്റെ പ്രാർത്ഥനയുമായിട്ടാണ്. പ്രത്യേകിച്ച് പ്രവാസ ലോകം മാത്രമല്ല, ബാക്കി എല്ലാ നാട്ടിലുള്ള ആളുകളെല്ലാം ആ ഒരു പ്രാർത്ഥനയുമായിട്ടാണ് കഴിയുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇന്ന് വൈകിട്ടത്തോടു കൂടി ഏകദേശം ഇതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു പിക്ചർ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് നൽകാൻ കഴിയും. അതെ, ഇപ്പോൾ ഈ ഇതിൽ ജീവൻ നഷ്ടമായവരുടെ, പരുക്കേറ്റവരുടെ ഒക്കെ അവരുടെയൊക്കെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഈ പരിപാടി കാണുന്നുണ്ടാകും. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് താങ്കൾക്ക് അവർക്ക് നൽകാൻ കഴിയുന്ന ഉറപ്പ് എന്താണ്? KMCC ഒക്കെ ഇതിൽ നടത്തുന്ന ഇടപെടലിനെ കുറിച്ച് നേരത്തെ നമ്മുടെ ശ്രീ അബ്ദുൽ ഖാദർ പറയുന്നുണ്ടായിരുന്നു. നമുക്കത് പ്രശംസിച്ചാൽ മതിയാകില്ല. അത്തരത്തിലേക്കുള്ള ഇടപെടലുകൾ സംഘടനകൾ നടത്തുന്നുണ്ട് എന്ന് താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? ഇവിടെ സംബന്ധിച്ചിടത്തോളം ആരും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇവിടുത്തെ കുവൈത്ത് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഇവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങളാവട്ടെ, ഏറ്റവും മികച്ച സേവനങ്ങളാണ് ഇവർക്ക് എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും
വളരെ പെട്ടെന്ന് തന്നെ ഇവരെല്ലാം ഹോസ്പിറ്റലിൽ എത്തിക്കാനും അവർ കൊടുത്ത വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ഇത്രയും കൂടുതൽ ആളുകൾ മരണത്തിലേക്ക് പോകാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ഇന്നലെ രാവിലെ എല്ലാം ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ എത്തുന്ന സമയങ്ങളിൽ വളരെ ആളുകൾ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ വയ്യാത്ത, ശ്വാസം എടുക്കാൻ പറ്റാത്ത ആളുകളെ ഞങ്ങൾ ഫേസ് ചെയ്യുകയുണ്ടായി. അവരെല്ലാം അവർക്ക് ഇവിടുത്തെ സിസ്റ്റം, ഇവിടുത്തെ ഹോസ്പിറ്റൽ സിസ്റ്റം നൽകിയ പ്രത്യേക പരിചരണം ഒന്നുകൊണ്ട് മാത്രമാണ് അവരെല്ലാം റിക്കവർ ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ അറിയിക്കാനുള്ളത്. ഒപ്പം തന്നെ അവിടുത്തെ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഈ സമയത്ത് ഉണ്ടാകുന്ന ഒരു സഹകരണം എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതല്ലേ. കുവൈറ്റ് എപ്പോഴും ആ തരത്തിലേക്കൊക്കെ നമ്മൾക്കറിയാവുന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങളൊക്കെ പോകുന്നതും. പിന്നെ ഇത്തരത്തിൽ മരണമൊക്കെ ഉണ്ടാകുമ്പോഴും അധികം ഡിലേ ഇല്ലാതെ മൃതദേഹം അല്ലെങ്കിൽ ബോഡി നാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമൊക്കെ അവിടെ ഉണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും കുവൈത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഹ്യൂമാനിറ്ററി കൺസിഡറേഷൻ നൽകുന്ന ഒരു രാജ്യം എന്നുള്ള നിലക്ക് അവർ എത്രയും പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നീക്കി തരാറുണ്ട്. ഈവൻ വർക്കിംഗ് ഡേയ്സ് അല്ലാതിരുന്നിട്ട് പോലും ആളുകളെ ലൈവില് വിളിച്ച് വരുത്തി ഡോക്യുമെന്റ്സുകളെല്ലാം ഓഫീസിൽ നിന്നെല്ലാം എടുത്ത് തന്ന് അതിലെല്ലാം ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി തന്ന് നാട്ടിലേക്ക് അയക്കുന്ന ഒരു സംവിധാനം കുവൈത്തിൽ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രവാസികൾക്കും അതുപോലെ തന്നെ നാട്ടിലുള്ള ബന്ധുക്കൾക്കൊന്നും ഒരു ആശങ്കക്കും വക വേണ്ട. തീർച്ചയായിട്ടും എന്ത് തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണോ ഇവർക്ക് വേണ്ടത് അതെല്ലാം ഇവിടെ ലഭ്യമാണ്, ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മരണമടഞ്ഞ ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ബന്ധുക്കളിലേക്ക് അവരുടെ ബോഡി എത്തിച്ചേരാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും വളരെ തകൃതിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. വളരെ നന്ദി ശ്രീ മുസ്തഫ കാരി. തിരക്കിനിടയിലും നമുക്കൊപ്പം ഇത്രയും കാര്യങ്ങൾ തത്സമയം ചേർന്ന് വിശദീകരിച്ചതിന്. ജഹ്റ ആശുപത്രിയിൽ നിന്നാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത്. അതിൽ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട നൗഫൽ എന്നയാളുടെ പ്രതികരണം കൂടി നമുക്ക് തത്സമയം നൽകാൻ കഴിഞ്ഞു. നൗഫൽ കൂടുതൽ പ്രതികരിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല. സ്വാഭാവികമായും അങ്ങനെ തന്നെയാകും. അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഒപ്പം അതിൻ്റെ ഷോക്ക് എന്നുള്ളത് വളരെ വലുതാണ് എന്ന് നമുക്കറിയാം. KMCC എന്ന സംഘടനയുടെ പ്രതിനിധിയാണ് മുസ്തഫ കാരി. ഈ സംഘടനയുടെയൊക്കെ ഇടപെടൽ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുമാണ്. ഈ ആശുപത്രിയിലേക്ക് അവർ എത്തിയിരിക്കുന്നതും അവിടെ ചികിത്സയിൽ കഴിയുന്നവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നതൊക്കെ ഉറപ്പാക്കാനും അവർക്ക് സഹായം നൽകാനുമാണ്. ഞാൻ ശ്രീ KV അബ്ദുൽ ഖാദറിലേക്ക് എത്താം. ഇപ്പോൾ ഈ ജില്ല തിരിച്ചുള്ള എണ്ണം കൂടി വളരെ വേഗമെന്ന് പറഞ്ഞു പോയാൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ജീവൻ നഷ്ടപ്പെട്ടത് എന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കണക്ക്. 6 പേർക്കാണ്, പത്തനംതിട്ട ജില്ലയിലെ 6 പേർ ഈ അപകടത്തിൽ മരണമടഞ്ഞിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ 3 പേർ, കാസർഗോഡ് 2, മലപ്പുറം 2, കോട്ടയം 3, കണ്ണൂർ 2, ആലപ്പുഴ, തൃശ്ശൂർ, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നുള്ള ഓരോ ആൾ. ആ തരത്തിലേക്കാണ് ഈ ദുരന്തം. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ കണക്ക്, മലയാളികൾ മരിച്ചവരുടെ കണക്ക് കൃത്യമായി നൽകാൻ കഴിയുന്നത്. 24 മലയാളികൾ മരിച്ചിട്ടുണ്ട്. അതിൽ 21 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ 6 പേർക്ക്, ഏറ്റവും കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടമായത് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള 6 പേർക്ക് ദാരുണാന്ത്യം ഉണ്ടായിട്ടുണ്ട് എന്ന കണക്കിലൂടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഉറ്റവരുടെ അപ്രതീക്ഷിത വിയോഗം ഉൾക്കൊള്ളാൻ കഴിയാത്ത വിഷമത്തിലാണ് നാട്ടുകാരും സുഹൃത്തുക്കളും. ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ്. 20 വർഷത്തിലധികമായി വിദേശത്ത്. കഴിഞ്ഞ ഡിസംബറിൽ സജു വീട്ടിലെത്തിയിരുന്നു. മൂത്ത മകൾ ബിരുദത്തിനും ഇളയ മകൾ +2-നും പഠിക്കുന്നു. സജുവിന്റെ ഭാര്യയും 2 പെൺമക്കളെയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ സങ്കടത്തിലാണ് ബന്ധുക്കളും നാട്ടുകാരും. നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, വേറെ ബിൽഡിങ്ങിലും വേറെ ക്യാമ്പിലൊക്കെ താമസിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അവരോടെല്ലാം നമ്മൾ കാര്യങ്ങൾ ചോദിച്ചിങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. പത്തനംതിട്ടക്കാർ തന്നെയാണ്, പിന്നെ കൂടുതലും മലയാളികളുള്ള കമ്പനിയാണ് അത്. ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന ഇപ്പോൾ ഉള്ളത്. കാര്യം കൂടെ ജോലി ചെയ്ത ഒരു ഉറ്റ സുഹൃത്തുക്കളായ ആൾക്കാരാണ് ഇപ്പോൾ ഈ വേർപാട് നടന്നിട്ടുള്ളത്. അതുപോലെ കാസർഗോഡുള്ള രഞ്ജിത്ത് എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ ഉറ്റ സുഹൃത്ത് തന്നെയാണ്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്ത വ്യക്തികളാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഞെട്ടലിലും കാര്യങ്ങളിലുമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ വിവാഹത്തിനായി ഓഗസ്റ്റിൽ നാട്ടിലെത്താനിരിക്കവെയാണ് പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് ശശിധരൻ നായരുടെ ആകസ്മിക വിയോഗം. വീട്ടിൽ അമ്മ മാത്രമാണുള്ളത്. സഹോദരി വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ താമസം. കുടുംബത്തിന്റെ ഏക ആശ്രയവും 32-കാരനായ ഈ ചെറുപ്പക്കാരൻ. 8 വർഷമായി ആകാശ് കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. 1.5 വർഷം മുമ്പാണ് അവസാനമായി നാട്ടിലെത്തിയത്. മന്ത്രി വീണ ജോർജ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ എന്നിവർ ആകാശിന്റെ വീട് സന്ദർശിച്ചു. ഈ ആളുകളെ തിരിച്ചറിയുന്നതിനും അതോടൊപ്പം അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനും ഒക്കെയായി നോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ കോൺടാക്റ്റ് നമ്പറും അതോടൊപ്പം ഹെൽപ്പ് ഡെസ്കും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വാഴമുട്ടം സ്വദേശി PV മുരളീധരന്റെ മരണം എങ്ങനെ ഭാര്യയും മക്കളെയും അറിയിക്കുമെന്ന വിഷമത്തിലാണ് ബന്ധുക്കൾ. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എപ്പോഴും വിളിക്കുന്നതാണ്. ഇന്നലത്തെ ദിവസം വിളിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് വിളിച്ച് നോക്കുമ്പോഴെല്ലാം ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും റിങ് ചെയ്യുന്നുണ്ട്. തിരിച്ച് പോകുന്നില്ല
എന്നുള്ളൊരിതിൽ വന്ന് അത് കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന വർക്കിൻ്റെ കുറച്ചെന്തോ തീരാനുണ്ട്. അവിടുന്ന് പിന്നെ അവർ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 22 വർഷമായി വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു മുരളീധരൻ. ഒരു മകനും മകളുമാണ് മുരളീധരനുള്ളത്. അച്ഛന്റെ മരണവിവരം അറിഞ്ഞ് പഞ്ചാബിൽ പഠിക്കുന്ന മകൻ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. തിരുവല്ല മേപ്രാൽ സ്വദേശി 37 വയസ്സുള്ള തോമസ് ഉമ്മനും കുവൈറ്റിലെ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായി. നിരണം സ്വദേശി മാത്യു തോമസും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ചെങ്ങന്നൂർ പാണ്ടനാടാണ് മാത്യു തോമസ് ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്നത്. കോഴഞ്ചേരി കീഴ്വായ്പൂർ സ്വദേശി 32 വയസ്സുള്ള സിബിൻ ടി എബ്രഹാമും മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. 24 പത്തനംതിട്ട. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ തുടരുന്നുണ്ട് നമുക്കൊപ്പം. ശ്രീ അബ്ദുൽ ഖാദർ, നേരത്തെ മുസ്തഫ കാരി നമ്മളോട് പറഞ്ഞതുപോലെ കുവൈറ്റിലെ ഒരു കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ നടന്നു പോകുന്നത് എന്നതാണ്. അപ്പോൾ സങ്കീർണമല്ല കാര്യങ്ങൾ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും ഒക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ അത് തിരിച്ചറിയുന്നതിനുള്ള നടപടിക്രമങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലും സങ്കീർണത ഉണ്ടാകാതെ തന്നെ അതൊക്കെ വളരെ വേഗം തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ നമുക്ക് ഈ ഘട്ടത്തിൽ വെക്കാമല്ലേ? അവിടുത്തെ ഗവൺമെൻറ് സംവിധാനങ്ങൾ വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കുവൈറ്റ് ഗവൺമെൻറ് വിവിധ മന്ത്രാലയങ്ങളുടെ കോർഡിനേഷൻ വളരെ നന്നായിട്ട് ഈ അപകട വിവരം അറിഞ്ഞ് ഉടൻ പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ് മരണസംഖ്യ കുറക്കാനിടയാക്കിയത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകളുടെ ചികിത്സയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇവിടെ നേരത്തെ ശ്രീ മുസ്തഫ പറഞ്ഞതുപോലെ വളരെ നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെ തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റുകളും ആ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നോർക്കയായാലും നമ്മുടെ വിവിധ മലയാളി സംഘടനകളായാലും നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അത് KMCC ആയാലും കല എന്ന കുവൈറ്റിലെ സംഘടനയായാലും മറ്റ് സംഘടനകളായാലും ഒക്കെ തന്നെ ഒരു സഹജീവി സ്നേഹം ഏറ്റവും നല്ല നിലയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് കുവൈറ്റിലെ ഈ അപകടത്തിന് ശേഷമുള്ള സംഭവങ്ങളെ അവർ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മരണപ്പെട്ടവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുക. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ 3 പേരുടെ മൃതദേഹം തിരിച്ചറിയാനുണ്ട്. 24 പേർ മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പുമാണ്. പക്ഷേ ആരുടെ ഏത് മൃതദേഹം എന്ന് തിരിച്ചറിയേണ്ടതുണ്ടല്ലോ. അതിനുള്ള പരിശോധനാ സംവിധാനങ്ങൾക്ക് മാത്രമാണ് ഇനിയുള്ള സമയം അവിടെ ഉപയോഗിക്കുന്നത്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള സംവിധാനങ്ങൾ അവിടുത്തെ മന്ത്രാലയങ്ങളും വിദേശകാര്യ വകുപ്പും നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങളും ഇടപെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പോൾ തിരിച്ചറിയാനുള്ളതാണേലും DNA പരിശോധന എന്നുള്ളതാണ്. അതും ഒരു തരത്തിലും കാലതാമസം വരാതെ തന്നെ അതിനൊക്കെയുള്ള ഇപ്പോൾ തന്നെ ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും നമ്മളോട് നേരത്തെ മുസ്തഫ കാരി പറയുന്നുണ്ടായിരുന്നു. അല്ല, അവിടെ ഇത്തരം കാര്യങ്ങൾ വളരെ സമയദൈർഘ്യമില്ലാതെ തന്നെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇപ്പോൾ പിന്നെ ഒരുപാട് മരണം ഒന്നിച്ചുണ്ടായപ്പോഴുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ചെറിയ സമയം വേണ്ടി വരും. അത് കൂടി പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നടക്കുകയാണ്. ചികിത്സയും ചില ആളുകളുടെ പരിക്ക് ഞാൻ അറിഞ്ഞത് മുകളിൽ നിന്ന് ചാടി എല്ലിന് പരിക്ക് പറ്റിയ ചില ആളുകളുണ്ട്. അവർക്ക് ശസ്ത്രക്രിയ പോലുള്ള കാര്യങ്ങൾ ഉണ്ട്. അതുപോലെ പുക വല്ലാതെ ശ്വസിച്ചുണ്ടായ പ്രശ്നങ്ങൾ, അവരിൽ ചിലർ ഇപ്പോഴും തന്നെ ആശുപത്രിയിൽ നിന്ന് പുറത്ത് വരാൻ കഴിയുന്ന അവസ്ഥയായിട്ടുണ്ട്. ഏതായാലും നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സിസ്റ്റം, ഗവൺമെൻറ് സിസ്റ്റം നന്നായി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുന്നത്. അതെ, അപ്പോൾ അതിനൊപ്പം തന്നെ നമ്മുടെ സർക്കാരിൻ്റെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ എന്നുള്ളതും വളരെ വേഗം തന്നെ ഉണ്ടാകുന്നുണ്ട്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇതിനോടകം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആരോഗ്യമന്ത്രിയും അങ്ങോട്ടേക്ക് തിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക്, പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് അവരുടെ കാര്യം അവർക്ക് ആശങ്കയില്ലാത്ത തരത്തിലേക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നു, അവരെ തിരികെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു, അവർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കിനി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് ഒപ്പം നിൽക്കുക, അവർക്ക് മനക്കരുത്ത് നൽകുക, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ആ തരത്തിലേക്ക് നമ്മുടെ സർക്കാരുകളുടെ ഇടപെടൽ കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഞാൻ ഈ മരണപ്പെട്ടവരിൽ അതെ തീർച്ചയായിട്ടും ഞാൻ ഈ തൃശ്ശൂർ മരണപ്പെട്ട ശ്രീ ബിനോയ് തോമസ്, വളരെയേറെ എല്ലാ മരണങ്ങളും സങ്കടകരമാണ്.
വെറും 4 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അദ്ദേഹം അവിടെ എത്തിയിട്ട്. അദ്ദേഹം ചാവക്കാടിനടുത്ത പാലയൂർ, തെക്കൻ പാലയൂർ താമസിക്കുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെയാണ് മിസ്സിംഗ് എന്ന തരത്തിലേക്ക് അല്ലെ കുടുംബാംഗങ്ങൾ നേരത്തെ നമ്മൾ രാവിലെയൊക്കെ വാർത്ത നൽകിയിരുന്നു. പക്ഷെ പിന്നീടാണ് അദ്ദേഹം മരണമടഞ്ഞു എന്നത് സ്ഥിരീകരിക്കുന്നത്. അതെ സ്ഥിരീകരിച്ചു. അതെ. അപ്പോൾ വളരെയേറെ അദ്ദേഹം താമസിക്കുന്ന ഒരു കോളനിയിലാണ്. വീട് നിർമ്മാണം, വീടെന്ന് പറഞ്ഞുകൂടാ, ചെറിയൊരു ഷെഡ് പോലുള്ളൊരു വീടാണ്. അപ്പോൾ വളരെയേറെ ദുരന്തമയമായ അന്തരീക്ഷമാണ് ഇത്തരത്തിലുള്ള പലരെയും സംബന്ധിച്ചുള്ളത്. ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ ഏതായാലും സർക്കാരുകൾ പ്രഖ്യാപിച്ച ധനസഹായം ഒരു കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസമാവട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അതെ, ഇപ്പോൾ ഈ ധനസഹായത്തിന്റെ കാര്യം പറയുമ്പോൾ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, കൂടാതെ MA യൂസഫ് അലിയെ പോലെയും ഡോക്ടർ രവി പിള്ളയെ പോലെയുള്ളവരുടെയൊക്കെ സഹായം വരുന്നു. അതുകൂടാതെ ഇപ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്നും ധനസഹായം ഉണ്ടാകുമെന്ന് പറയുന്നു, ഇൻഷുറൻസ് നൽകും, അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ വാഗ്ദാനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ സാമ്പത്തികമായി അത് ഈ ഘട്ടത്തിൽ അതൊരു താങ്ങാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ നഷ്ടപ്പെട്ടു പോയ ജീവനുകൾക്ക് പകരം വയ്ക്കാൻ ഇതൊന്നും ആകുന്നില്ല എന്നതും നമുക്കറിയാം. ശ്രീ അബ്ദുൽ ഖാദർ, ഇപ്പോൾ ഇതിൽ ചില പാഠങ്ങളൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്ന സമയം കൂടിയാണിത്. എന്തായാലും കുവൈറ്റിൽ ഇങ്ങനെയൊക്കെ ഒരു മരണം, ഒരു അപകടം നടക്കുക എന്നൊക്കെ പറയും നമ്മൾ. അതും പുറം നാട്ടിൽ ഇങ്ങനെ ഒരു അപകടം നടന്നു, ഇത്രയധികം പേർ മരിക്കുന്നു എന്നൊക്കെയുള്ള, നമ്മളെ സംബന്ധിച്ച് അതും നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ, വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ജീവിതം കരുപ്പിടിപ്പിക്കാൻ, കെട്ടിപ്പടുക്കാൻ പോയ ആളുകൾ, അവർ നിമിഷ നേരം കൊണ്ട് ഇല്ലാതായി പോകുന്നു എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നൽകുന്ന പാഠങ്ങൾ, അങ്ങനെയും ചിലത് നമ്മൾ ഇപ്പോൾ ഓർക്കേണ്ടതല്ലേ? ഉണ്ട്. അതായത് ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ നാട്ടിൽ വരുമ്പോഴുള്ള ഒരവസ്ഥയാണ് പലപ്പോഴും നമ്മൾ കാണുക. അവിടെ മണലാരണ്യത്തിൽ എത്രമേൽ ദുഷ്കരമായൊരു ജീവിത സാഹചര്യത്തിലാണ് അവരുള്ളത് എന്ന് പലപ്പോഴും നമ്മളാരും അറിയാറില്ല. ഇപ്പോൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഞങ്ങളെല്ലാം ഈ ക്യാമ്പുകളിലൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ ഇവിടെ കുവൈറ്റിലുണ്ടായിട്ടുള്ളൊരു ദുരന്തം അവിടുന്ന് വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഒരുപാട് ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു കെട്ടിടത്തിൽ ആവശ്യമായിട്ടുള്ള റെസ്ക്യൂ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ദുരന്തം നമുക്ക് നൽകുന്ന ഒരു പാഠം, തീർച്ചയായും ഭരണകൂടങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ കുവൈറ്റിലായാലും സൗദി അറേബ്യയിലായാലും അതുപോലെയുള്ള പല രാജ്യങ്ങളിലും തൊഴിലാളികളെ ലേബർ ക്യാമ്പുകളിൽ ഒന്നിച്ച് പാർപ്പിക്കുമ്പോൾ ചിലയിടങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഗവൺമെൻറ്റുകൾ ഈ കാര്യത്തിൽ ഇടപെടുകയും നമ്മുടെ കുടിയേറ്റ തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്നതിന് ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും കടക്കേണ്ട ഒരു സന്ദർഭമല്ല എന്നുള്ളതുകൊണ്ട് തീർച്ചയായും ഇതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും. അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വേദികളിൽ ആ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അതെ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഈ മൃതദേഹം അത് ഇന്ന് തന്നെ നാട്ടിലെത്തിക്കുന്ന തരത്തിലേക്ക് നടപടികൾ അവിടെ നിന്നുണ്ടാകുന്നു എന്നതാണ് നേരത്തെ നമ്മളോട് മുസ്തഫ കാരി പറഞ്ഞത്. അപ്പോൾ താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഔദ്യോഗിക വിവരം ഏറ്റവും പുതുതായി നമ്മളുമായി പങ്കുവയ്ക്കാനുള്ളത് അതെന്താണ്? അല്ല, 24 പേര് മരിച്ചു എന്ന് നോർക്ക സ്ഥിരീകരിച്ച കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവരുടെ പേര് വിവരം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ സ്ഥിരീകരിച്ച പേരുകളല്ലാത്ത ചില പേരുകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള നടപടിക്രമങ്ങൾ അവിടെ തുടരുന്നുണ്ട്. അവിടെ വിവിധ നോർക്കയുടെ ഇടപെടൽ ശേഷമുള്ള കുറേ പ്രവാസി സംഘടനകളുടെ പ്രതിനിധികൾ ആശുപത്രികളിലുണ്ട്. അവരിൽ നിന്ന് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഏതായാലും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരവും വ്യക്തമാക്കുന്നത്. അല്ല, നാളെ ഇപ്പോൾ അവർക്ക് അവധി ദിവസം കൂടിയാണല്ലോ. അപ്പോൾ അതിനു മുൻപ് എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ ഒരു മരണം സംഭവിച്ചാൽ സാധാരണഗതിയിൽ തന്നെ അധികം താമസമില്ലാതെ ഇങ്ങോട്ടേക്ക് മൃതദേഹം എത്തിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു രീതി കുവൈറ്റിലെ. അപ്പോൾ ഇത് ഇങ്ങനൊരു ഇത്രയും ആളുകളുടെ മരണം എന്ന് പറയുമ്പോൾ അതിനുള്ള അതിവേഗ ഇടപെടൽ തന്നെ ഇതിനോടകം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അവിടെ.
അതെ അതെ, അത് ഈ സാധാരണ നിലയിൽ വളരെ പെട്ടെന്ന് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ കുവൈറ്റിലുണ്ട്. പലപ്പോഴും നമ്മുടെ സംഘടനകളുടെ തന്നെ ഇടപെടൽ അതിലുണ്ടാവാറുണ്ട്. പക്ഷേ ഇത് മരണപ്പെട്ടവരുടെ എണ്ണം കൂടുതലായതുകൊണ്ടും പ്രത്യേകിച്ച് ചില അന്വേഷണങ്ങൾ നടക്കുന്നു എന്നതുകൊണ്ടും ഉള്ള ഒരു വൈകൽ മാത്രമായിരിക്കാം. പിന്നെ മൃതദേഹങ്ങൾ പലതും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ കരിഞ്ഞ മൃതദേഹങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും അതിനെടുക്കുന്ന ചില സമയങ്ങളുണ്ടാവാം. DNA ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. അത്തരം കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള സംവിധാനങ്ങളാകും. നേരത്തെ മുസ്തഫ പറഞ്ഞതുപോലെ നാളേക്കെത്തും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അതെ, അപ്പോൾ ഇതിൽ ഈ ഏകോപനം എന്നുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കൽ കൂടി അത് എടുത്ത് പറയണമെന്ന് തോന്നുന്നു. കാരണം എന്തെങ്കിലും തരത്തിൽ ആശങ്ക നമുക്കൊപ്പമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിൽ സഹായം നൽകുന്നതിലുമൊക്കെ വിവിധ സംഘടനകൾ, നോർക്ക ഉൾപ്പെടെ, അതുപോലെ തന്നെ KMCC പോലെയൊക്കെയുള്ള സംഘടനകൾ, അവിടുത്തെ സർക്കാർ, നമ്മളുടെ സർക്കാരുകൾ എല്ലാവരും ചേർന്നുള്ള ഒരു ഏകോപനം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട് എന്നത് കൂടി ഉറപ്പിക്കാം. അതെ, തീർച്ചയായിട്ടും ഇത്തരമൊരു ദുരന്തം ഉണ്ടായപ്പോൾ ഉണ്ടായിട്ടുള്ള നടപടികൾ വളരെയേറെ ഫലപ്രദമായിരുന്നു. അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ, കുവൈറ്റ് ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ, കുവൈറ്റ് ഗവൺമെൻറ്റിനെ ഇക്കാര്യത്തിൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനം എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല. നേരത്തെ അത് പറഞ്ഞ കാര്യമാണ്. നമ്മുടെ സംഘടനകളുടെ ഇടപെടൽ, ഇതെല്ലാം ചേർന്ന് ഒരു വലിയ ദുരന്തത്തിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം ശ്രീ KV അബ്ദുൽ ഖാദർ, ഈ വ്യോമസേനയുടെ വിമാനം അത് മൃതദേഹം എത്തിക്കാനായി തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. C-130J വിമാനത്തിലാകും മൃതദേഹം എത്തിക്കുക. വ്യോമസേനയുടെ വിമാനമാണത്. ഹിൻഡൻ എയർബേസിൽ വിമാനം സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടിയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. വളരെ നന്ദി ശ്രീ KV അബ്ദുൽ ഖാദർ, ഈ ഘട്ടത്തിൽ ഇത്രയും സമയം നമുക്കൊപ്പം ചേർന്ന് കാര്യങ്ങൾ വിശദീകരിച്ചതിന്. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം വ്യോമസേനയുടെ C-130J വിമാനത്തിൽ നാട്ടിലെത്തിക്കും. ഹിൻഡൻ എയർബേസിൽ വിമാനം സജ്ജമാക്കി. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, വിമാനം സജ്ജമാക്കിയിട്ടുണ്ട്. അത് എപ്പോൾ പുറപ്പെടും, എപ്പോഴേക്ക് മൃതദേഹം എത്തിക്കാൻ കഴിയും എന്നൊക്കെയുള്ളതിൻ്റെ കൂടുതൽ വിശദാംശം ഉണ്ടോ? അനുജ, എപ്പോൾ ഈ വിമാനം പുറപ്പെടുമെന്ന കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിനടക്കം തന്നെ അനുമതി തേടേണ്ടതുണ്ട്. എന്തായാലും വിദേശകാര്യ സഹമന്ത്രി ഇപ്പോൾ കുവൈറ്റിലാണ്. അവിടുത്തെ സാഹചര്യം വിലയിരുത്തി അതിനുശേഷം എപ്പോൾ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കും. അതോടുകൂടി മാത്രമേ ഹിൻഡൻ വ്യോമത്താവളത്തിൽ നിന്നും ഈ C-130J സൂപ്പർ ഹെർക്കുലിസ് വിമാനം പുറപ്പെടുകയുള്ളൂ. ഈ ഇന്ത്യക്കാരുടെ മൃതദേഹം ഒരുമിച്ച് കൊണ്ടുവരാനുള്ള നീക്കമെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും നടന്നു വരികയാണ്. നേരത്തെ കേരളത്തിലുള്ള സഹമന്ത്രി ജോർജ് കുര്യൻ 24 സംസാരിച്ചിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയ ഇത്തരത്തിൽ തന്നെയാണ് മൃതദേഹം ഒരുമിച്ച് കൊണ്ടുവരാനുള്ള നടപടികൾ ആലോചനയിലുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു വരികയാണ്. DNA പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഏത് തരത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിയെ സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. എന്തായാലും ഒരു കാലതാമസം ഉണ്ടാകില്ല എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അത് പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. എന്തായാലും ഹിൻഡൻ വ്യോമത്താവളത്തിൽ ഇത്തരത്തിൽ വിമാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. സൂപ്പർ ഹെർക്കുലിസ് വിമാനമാണ് ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത്. നേരത്തെ പല രക്ഷാദൌത്യത്തിലും ഈ CJ-130 വിമാനമെല്ലാം തന്നെ രംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും കുവൈറ്റിലെ ഈ അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹം കൊണ്ടുവരാൻ ഇപ്പോൾ തയ്യാറായി ഇരിപ്പുണ്ടെന്നാണ് ഇപ്പോൾ ME അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. കുവൈറ്റിലെ ലേബർ ക്യാമ്പിൽ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം വ്യോമസേനയുടെ C-130J വിമാനത്തിലാണ് നാട്ടിലെത്തിക്കുന്നത്. ഹിൻഡൻ എയർബേസിൽ വിമാനം സജ്ജമാക്കിയിട്ടുണ്ട് എന്ന വിവരമാണ് നിതിൻ അംബുജൻ നൽകിയത്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രതികരിക്കുന്നുണ്ട് ഈ അപകടത്തിൽ മരണമടഞ്ഞ ആകാശിന്റെ വസതി സന്ദർശിച്ചതിന് ശേഷം. പന്തളം സ്വദേശി ആകാശ് ശശിധരന്റെ വസതിയിൽ നിന്നാണ് കളക്ടർ പ്രതികരിച്ചത്. അദ്ദേഹം കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ പ്രതിനിധി അജീഷ് ജയകുമാർ ഉണ്ട് തത്സമയ വിവരങ്ങളുമായി. അജീഷ്, കളക്ടർ എന്താണ് പറയുന്നത്? ഈ കുടുംബാംഗങ്ങൾ ഈ വിയോഗം ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് കളക്ടർ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം വിവാഹം കഴിക്കാൻ ഒക്കെയുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നല്ലോ ആകാശ്.
തീർച്ചയായും അനുജ, പത്തനംതിട്ട ജില്ലാ കളക്ടർ അല്പം മുമ്പാണ് ആകാശിൻ്റെ ഈ പന്തളത്തുള്ള ഈ വീട്ടിലെത്തി അവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചത്. അമ്മയും സഹോദരിയും അടക്കമുള്ള അടുത്ത ബന്ധുക്കൾ അവരുടെ വീട്ടിനകത്തുണ്ട്. അവരെ ആശ്വസിപ്പിച്ച് അദ്ദേഹം മടങ്ങുകയും ചെയ്തു. പ്രധാനമായിട്ടും ഈ പത്തനംതിട്ട ജില്ലയിലാണ് ഈ ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ മരണമടഞ്ഞിട്ടുള്ളത്. 6 പേരുടെ ജീവൻ നഷ്ടമായി എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ആകാശിൻ്റെ വിയോഗവും ഏറെ ദുഃഖകരമായ ഒന്നാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഈ വിവരം ഇവർ ഔദ്യോഗികമായി അറിയുന്നത്. അതും TV ചാനലിൽ ആകാശിൻ്റെ പേര് എഴുതി കാണിച്ചപ്പോഴാണ് അവരുടെ അമ്മ പോലും വിവരം അറിയുന്നത്. ചൊവ്വാഴ്ച വൈകിട്ടും ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസവും വീട്ടിൽ എന്നും വിളിക്കുന്നത് പോലെ പതിവ് പോലെ സന്തോഷത്തോടെ ഫോൺ വിളിച്ച് വെച്ചതാണ്. അതിനുശേഷം പിറ്റേ ദിവസം ഈ ദുരന്ത വാർത്ത അറിഞ്ഞപ്പോഴും മകന് ഒന്നും പറ്റിയിട്ടുണ്ടാകില്ല എന്നൊരു വിശ്വാസത്തിലായിരുന്നു ഈ കുടുംബം ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ ആകാശിൻ്റെ അച്ഛൻ മരിച്ചുപോയി, വളരെ ചെറുപ്പത്തിലെ തന്നെ. അദ്ദേഹം 6 വർഷങ്ങൾക്ക് മുൻപാണ് പന്തളത്ത് നിന്ന് വിമാനം കയറി കുവൈത്തിലേക്ക് പോയത്. അതിനുശേഷം അവിടെ ആ കമ്പനിയിൽ NPTC എന്ന കമ്പനിയിൽ സ്റ്റോർ കീപ്പർ ആ വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത്. അതിനുശേഷം ഈ വരുന്ന ഓണത്തിന് നാട്ടിലേക്ക് വരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അതിനിടയിലാണ് ഈ വിയോഗമുണ്ടായത്. വളരെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈ പന്തളത്തെ ആകാശിൻ്റെ ഈ വീട്ടിലുള്ളത്. അദ്ദേഹത്തിൻ്റെ അമ്മയും ശോഭനകുമാരി, അദ്ദേഹത്തിൻ്റെ സഹോദരി, അദ്ദേഹം അടുത്ത ബന്ധുക്കൾ, അങ്ങനെ സുഹൃത്തുക്കളൊക്കെ തന്നെ ഈ വീട്ടിൽ ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കളക്ടർ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ഒരുക്കങ്ങൾ ആണ് ഇനി ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത് എന്നാണ് കളക്ടർ പറഞ്ഞിട്ട് പോയത്. രാവിലെ മന്ത്രി വീണ ജോർജ് കുവൈത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ വീട്ടിലെത്തിയിരുന്നു. അമ്മയും സഹോദരിയും കുടുംബാംഗങ്ങളെയും കണ്ട് ആശ്വസിപ്പിച്ചിരുന്നു. അനുജ, കുവൈറ്റിൽ മരിച്ച പന്തളം സ്വദേശി ആകാശ് ശശിധരന്റെ വസതിയിൽ നിന്നാണ് അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകിയത്. ബന്ധുക്കളുണ്ട്, ഒപ്പം തന്നെ നാട്ടുകാരൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയം മുൻപ് കളക്ടർ കൂടി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് മടങ്ങി. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ ആകെ മരിച്ച മലയാളികളുടെ എണ്ണം 24 അതിൽ 3 പേർ കൊല്ലം ജില്ലക്കാരാണ്. ശൂരനാട് സ്വദേശി ഷമീർ, ആദിച്ചനല്ലൂർ സ്വദേശി ലൂക്കോസ്, പുനലൂർ സ്വദേശി സാജൻ ജോർജ് എന്നിവരാണ് മരിച്ചത്. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ കൊല്ലം ജില്ലക്കാരായ 3 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു. ശൂരനാട് വയ്യാങ്കര സ്വദേശി ഷമീറിന്റെ മരണവിവരമാണ് ആദ്യം അറിയുന്നത്. 6 വർഷമായി കുവൈറ്റിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഷമീർ 9 മാസം മുമ്പാണ് അവസാനമായി നാട്ടിൽ വന്നത്. കല്യാണം കഴിഞ്ഞതിന് പിന്നാലെയാണ് കുവൈറ്റിലേക്കുള്ള യാത്ര. വിദേശത്തെ ജോലി അവസാനിപ്പിച്ച നാട്ടിൽ വരാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഷമീറിനെ തേടി ദുരന്തമെത്തിയത്. കൊല്ലം ആദിച്ചനല്ലൂർ സ്വദേശി ലൂക്കോസ് മരിച്ചെന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ ഇതുവരെ കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല. 18 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ലൂക്കോസ് മകളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി അടുത്ത മാസം നാട്ടിൽ വരാനിരിക്കെയാണ് അപകടത്തിൽ ജീവൻ നഷ്ടമാവുന്നത്. വൈകിട്ട് ബാംഗ്ലൂരിലൊരു ടെസ്റ്റിന് അമ്മയും മോളും കൂടെ പാനായിട്ട് ബസ്സെല്ലാം ബുക്ക് ചെയ്ത് പാനായിട്ടിരിക്കുമായിരുന്നു. ഇപ്പോഴത് ദുരന്തം ബന്ധപ്പെട്ട് അടുത്ത മാസം അവളുടെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി വരും. എല്ലാ ഇയറിലും വരും, വർഷത്തിൽ ലീവുണ്ട്. 29 വയസ്സുകാരൻ പുനലൂർ സ്വദേശി സാജൻ ജോർജ് 1 മാസം മുമ്പാണ് കുവൈറ്റിൽ ജോലിക്കെത്തിയത്. ജൂനിയർ മെക്കാനിക്കൽ എഞ്ചിനീയറായി മകന് ജോലി കിട്ടിയതിന്റെ സന്തോഷം കെട്ടടങ്ങും മുമ്പാണ് അവന്റെ മരണവിവരവും മാതാപിതാക്കളെ തേടിയെത്തുന്നത്. താമസിക്കുന്ന സ്ഥലത്താണ് നടന്നത്. അപ്പോൾ ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഫോണൊന്നും എടുത്തില്ല, ആരും എടുത്തില്ല. പിന്നെ ഞങ്ങളുടെ ഒരു ബന്ധു അവിടെ ഉണ്ട്, പുള്ളി അനിയൻ അച്ഛനാണ്. പുള്ളിയായിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ തിരിച്ചു വിളിച്ചാൽ പുള്ളി ഫോൺ എടുത്തില്ല. അപ്പം മനസ്സിലായി ഞാൻ അടുത്ത 1.5 മാസമായുള്ളൂ പോയിട്ട്. അവൻ മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അവർ കമ്പനി റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയി ഉത്തരവാദിയായുള്ളൂ. മെച്ചപ്പെട്ട വേതനവും ജീവിത പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് കടൽ കടന്ന 3 പേരും കുവൈറ്റിൽ എത്തുന്നത്. സ്വപ്നം ബാക്കി നിർത്തിയാണ് 3 പേരുടെയും യാത്ര. 24 കൊല്ലം. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലുള്ള പ്രത്യേക ന്യൂസ് ഈവനിംഗ് അവസാനിക്കുകയാണ്.